എൻ്റെ നൽ സഖിയാ യേശുവേ എന്നെന്നും നിലനിൽക്കും നിക്ഷേപമാ യേശുവേ എന്നെന്നും നീ എൻ്റെ നൽ സഖിയാ യേശുവേ യേശുവേ എന്നെന്നും ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനേ മാറാത്ത സ്നേഹിതനേ അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ ഞാൻ വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 7:7 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ലോകത്തിൽ ഏകദേശം മിക്ക ജനങ്ങൾക്കും അറിയാവുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. ഭയങ്കര ഉറപ്പിൻ്റെ വചനം. അവിടെ ഒരു സംശയങ്ങളില്ല. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമായിരിക്കും, മുട്ടുവിൻ എന്നാൽ തുറക്കുമായിരിക്കും. അങ്ങനെ ഒരു സംശയമില്ല, ഉറപ്പാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്ന് നിങ്ങൾ അവനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അവനോട് അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കപ്പെടും. എന്താ ഈ വാക്യങ്ങൾ ഇത്ര ഉറപ്പ് തരുന്നത്? യേശുവുമായുള്ള ജീവിതം അതൊരു ഉറപ്പിൻ്റെ ജീവിതമാണ്, അതൊരു സംശയത്തിൻ്റെ ജീവിതമല്ല. കാര്യങ്ങളൊക്കെ മറിയുന്ന ജീവിതമാണ് യേശുവുമായുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ, പലയിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടതായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് പരാജയപ്പെടുത്തില്ല. തൻ്റെ അടുക്കൽ വരുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിങ്ങൾക്ക് മറുപടി കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അടഞ്ഞു കിടക്കുന്ന വാതിലുടെ മുമ്പിൽ നിങ്ങളാണെങ്കിൽ അതൊരു അസാധ്യതയല്ല ഇവിടെ കാണിക്കുന്നത്, മറിച്ച് അതൊരു സാധ്യതയുടെ സൈനാക്കിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അടഞ്ഞത് നിങ്ങൾക്ക് മുട്ടാൻ വേണ്ടി ഒരവസരമാണ്. ഹല്ലേലൂയ, തുറക്കും. കഥ കടച്ച് മക്കളോട് കിടക്കുന്ന ഒരുവൻ്റെ അടുക്കൽ സ്നേഹിതൻ വന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുന്ന ഒരു ചരിത്രവും ഇതുമായി ബന്ധപ്പെട്ട് യേശുപ്പ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അടഞ്ഞതാണെങ്കിലും ബന്ധത്തിൽ ഒരുവൻ മുട്ടിയാൽ അവിടെ തുറന്നിരിക്കും. ഇതിൻ്റെ തൊട്ടുള്ള വചനങ്ങളെല്ലാം കിട്ടുമെന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ബന്ധം സ്ട്രോങ് ആയി കഴിഞ്ഞുള്ള വാക്കാണ് ഉറപ്പ്. അപ്പോഴെപ്പോഴും ഉറപ്പ് ബന്ധങ്ങളിലാണ്. എൻ്റെ കുഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വരുമ്പം പല ഉറപ്പുണ്ട് ആ കുഞ്ഞിന്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പല വിധത്തിലുള്ള ഉറപ്പുണ്ട്. ആമേൻ. പരാജയം എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ പോലും എനിക്ക് ചില ഉറപ്പുണ്ട്. ആമേൻ. അതുപോലെയാണ് ബന്ധത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആവശ്യങ്ങൾക്കായി ദൈവത്തെ സന്ധിക്കുകയല്ല, മറിച്ച് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. ഹല്ലേലൂയ. ആഴത്തിലൊരു ബന്ധം. അതുകൊണ്ടാണ് തൻ്റെ അടുക്കൽ വരുന്നവരോട് അവൻ ആ ബന്ധത്തിലേക്ക് വരാൻ പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വഴി പോകുന്നവർക്കല്ല. ഒരിക്കൽ ഒരു കനാന്യ സ്ത്രീ യേശുവിനോട് വന്ന് പറയുന്നു, എൻ്റെ മകൾക്ക് ദീനമാണ്, ഭൂതോപദ്രവമാണ്, സൗഖ്യമാക്കണം. കർത്താവ് ശ്രദ്ധിച്ചു പോലുമില്ല.
അതിന് ശേഷം യേശുപ്പ ആ കാര്യം തുറന്നു പറഞ്ഞു. എൻ്റെ വിടുതലുകളെല്ലാം, അല്ലെങ്കിൽ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഗ്രഹം എല്ലാം മക്കൾക്കാണ്. നമ്മളവർക്കൊരു ഭയങ്കര ക്രൂരമായിട്ട് അവിടെ തോന്നും. എൻ്റെ അനുഗ്രഹം എല്ലാം മക്കൾക്ക്. അതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ മക്കളാക്കിയത്. ആ ബന്ധത്തിലേക്ക് നിങ്ങൾ കയറിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഉറപ്പിൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരിക്കരുത് ജീവിതം. ബന്ധത്തെ വളർത്തുവാനുള്ള ഒരു തീവ്ര ആഗ്രഹമായിരിക്കണം നിങ്ങൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, നിങ്ങളുടെ കൺമുൻപിൽ അത് വെളിപ്പെട്ടു വരും. കർത്താവ് നിങ്ങൾക്ക് തരും. ഇതൊരു ഉറപ്പിൻ്റെ വചനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് ഇന്ന് നൽകിയ ഉറപ്പിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യും. പിതാവേ, നല്ലൊരു ബന്ധം, ദൈവവുമായി നല്ലൊരു ബന്ധം, അപ്പൻ മക്കൾ എന്ന ബന്ധത്തിലേക്ക് വളരുവാൻ പിതാവേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അങ്ങ് സഹായിക്കണമേ. കർത്താവെ, അങ്ങിൽ നിന്നുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ, അങ്ങുമായി നല്ലൊരു ആത്മബന്ധത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങയുടെ അടുക്കലേക്ക് വരുന്നവർക്ക് സകലതും കൊടുക്കുന്നു, തുറന്നു കൊടുക്കുന്നു, ലഭ്യമാക്കുന്നു. യേശുവേ, അതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ഈ വചനപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവരുടെ ആവശ്യങ്ങൾക്കാൾ അപ്പുറം ഇവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കയറട്ടെ. ആ ബന്ധത്തിൻ്റെ അകത്ത് നിന്ന് ഇവർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വേഗം അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്നവർ ദൈവസന്നിധിയിലേക്ക് വരുന്നത് ഒരു അകന്ന വിശ്വാസിയായിട്ടല്ല, ആമേൻ, ഒരു വഴിയാത്രകനായിട്ടല്ല, സ്തോത്രം, ഒരു കേവല വിശ്വാസിയുമായിട്ടുമല്ല, മറിച്ച് അടുത്ത് വരുന്നത് അങ്ങയുടെ പ്രിയ മകനും മകളുമായിട്ടാണ്. അതുകൊണ്ട് അവർ വരുന്നതിനിപ്പുറം തന്നെ, അവർ ചോദിക്കുന്നതിനിപ്പുറം തന്നെ മോതിരം കൊണ്ടുവരിക, ആമേൻ, ചെരുപ്പ് കൊണ്ടുവരിക, പുതിയ വസ്ത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അപ്പൻ്റെ നാവിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടതെല്ലാം നൽകി ഇവരെ അലങ്കരിക്കുന്നതിനായി സ്തോത്രം. ഇവർ അങ്ങയുടെ പ്രിയ മക്കളാണ്. ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഈ ഉറപ്പിൻ്റെ വചനം അവർക്ക് കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ തുടരുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.